LDF സർക്കാരിന്റെ കാലത്ത് പിണറായിയെയും സംഘത്തെയും മൂടോടെ താങ്ങി നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് റിപ്പോർട്ടർ ചാനലാണ്. കൈരളി ചാനൽ കാണിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥത റിപ്പോർട്ടർ ചാനൽ LDF സർക്കാരിനോട് പുലർത്തിയിരുന്നു. അതുമാത്രമല്ല, UDFനെ പൂട്ടാൻ വ്യാജ വാർത്തകളുടെ ശേഖരം തന്നെ റിപ്പോർട്ടർ ചാനൽ പടച്ചുവിടുന്നത് നമ്മൾ കണ്ടു. സർക്കാരിനെ താങ്ങി നിർത്തേണ്ടത് റിപ്പോർട്ടർ ചാനലിന്റെ ആവശ്യമാണ്. അല്ലാത്തപക്ഷം ചാനൽ ഉടമ ആന്റോ അഗസ്റ്റിൻ അടക്കം ഇന്നും ജയിലിൽ കഴിയുമായിരുന്നു. ആ കേസിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിനെയും മുതലാളിമാരെയും താങ്ങി നിർത്തിയത് തന്നെ സംസ്ഥാന സർക്കാരാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന നിലയ്ക്ക് കിട്ടിയ അവസരം UDFനെ താറടിച്ച് കാണിക്കാൻ റിപ്പോർട്ടർ ചാനൽ ഉപയോഗിച്ചപ്പോൾ അവർ ഒരു കാര്യം മറന്നുപോയി. അടുത്തത് UDFന്റെ ഊഴമാണെന്ന് വിസ്മരിച്ചുകൊണ്ടാണ് അവർ CPM പ്രതിബദ്ധത കാണിച്ചത്. എന്തായാലും എക്സിറ്റ് പോൾ വന്നതോടെ റിപ്പോർട്ടർ ചാനൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. VD സതീശനെ LDF നുണേശൻ എന്ന് വിളിച്ച് പരിഹസിച്ചപ്പോൾ അതിന് കാര്യമായ പ്രചാരണം നടത്തിയാണ് റിപ്പോർട്ടർ പരിഹാസത്തിന് കൂട്ടുനിന്നത്. എന്നാൽ ഇന്ന് UDF സർക്കാരുണ്ടാക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ ശക്തമായതോടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. നുണേശൻ മാറി അഭിസംബോധന സതീശൻ എന്നാക്കാനും ചാനൽ മറന്നില്ല. വിളികളിലെ പരിഹാസങ്ങൾ മാറി, മറിച്ച് ബഹുമാനം തുളുമ്പുന്ന വാക്കുകളിലായിരുന്നു സതീശനെ റിപ്പോർട്ടർ ചാനലും ഡോക്ടർ അരുൺ കുമാറും വിശേഷിപ്പിച്ചത്. CPM അധികാരത്തിൽ തുടരേണ്ടത് മരം മുറി ചാനലിന്റെ ആവശ്യമാണ്. കാരണം നിലവിൽ പല കേസുകളും റിപ്പോർട്ടർ ചാനലിന്റെ പേരിലുണ്ട്. UDF സർക്കാർ അധികാരം പിടിക്കുന്ന സമയം തന്നെ ചാനൽ അടച്ചു പൂട്ടിക്കാനുള്ള അത്രയും കേസുകൾ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ മൂന്നാം വട്ടവും അരിയിട്ട് വാഴിക്കുവാനുള്ള നീക്കമാണ് റിപ്പോർട്ടർ നടത്തിയത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇടതു സർക്കാരിനോട് മാറി നിൽക്കുവാനാണ് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനെതിരെ വ്യാജ വാർത്തകളുടെ പ്രളയം തന്നെ തീർക്കുന്നുണ്ട്. കോൺഗ്രസ് റാലിയിൽ ആളെ കൂട്ടാൻ പരസ്യം നൽകിയെന്ന റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാജമായി നൽകിയതാണ്. വ്യാജ വാർത്തയിലൂടെ പ്രകോപനം സൃഷ്ടിക്കുകയും ലഹള ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതായും പോലീസിന്റെ FIR-ൽ പറയുന്നുണ്ട്. പവർ സപ്ലൈ ആപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു റാലിക്ക് 20 പേരെ ആവശ്യപ്പെട്ട് പരസ്യം വന്നത്. കോൺഗ്രസ് നേതൃത്വം പരസ്യം നിഷേധിച്ചിരുന്നു. പിന്നാലെ ഇത് വലിയ വാർത്തയാക്കിയ റിപ്പോർട്ടർ ചാനൽ ബ്രേക്കിംഗ് ന്യൂസായി സംഭവം കേരളത്തിൽ ചർച്ചാ വിഷയമാക്കി. പുതിയ നിയമപരിഷ്കാരമായ ഭാരതീയ ന്യായ സംഹിതയുടെ 2023 192 വകുപ്പ് പ്രകാരമാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിക്കാനും ലഹളയുണ്ടാക്കാൻ പ്രേരിപ്പിക്കാനും ശ്രമിച്ചു എന്നതാണ് ചാനലിന് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഗൗരവകരമായ വകുപ്പുകളാണ് ചാനലിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇത് തെളിഞ്ഞാൽ ചാനലിന്റെ ലൈസൻസ് അടക്കം റദ്ദാക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുവാൻ കോടതിക്ക് അധികാരമുണ്ട്. CPM-നെ ജയിപ്പിക്കാനുള്ള തറവേലകൾ തങ്ങൾക്ക് തിരിച്ചടിയാകുന്നുവെന്ന സത്യം ഇപ്പോൾ റിപ്പോർട്ടറും തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ UDF അധികാരത്തിൽ വന്ന റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടിയുണ്ടാകുമെന്ന് കട്ടായം പറയുന്നുണ്ട് കൺവീനർ അടൂർ പ്രകാശ്. റിപ്പോർട്ടറിനുള്ളത് UDF അടുപ്പിൽ കയറ്റി കഴിഞ്ഞു. മെയ് 4 അധികാരം പിടിക്കുന്ന മുറയ്ക്ക് ആദ്യം തന്നെ റിപ്പോർട്ടർ ചാനലിനുള്ള വക അടുപ്പത്ത് വെക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പതിവിൽ കവിഞ്ഞ ബഹുമാനത്തിൽ VD സതീശനെ ഡോക്ടർ അരുൺ കുമാർ ചർച്ചകളിൽ വിശേഷിപ്പിക്കുന്നത്. ആ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. UDFന്റെ ഭരണ തുടർച്ച UDFിൽ തന്നെ മൈ ആക്സിസ് സർവേ പ്രകാരം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് 21%. ബാക്കി രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം തന്നെ KC വേണുഗോപാലിന്റെയും നില വളരെ പരിതാപകരമാണ്. മൈ ആക്സിസ് സർവേ അനുസരിച്ച് 3% അല്ലേ? KC വേണുഗോപാൽ 8%, ചെന്നിത്തല 8%. ബഹുദൂരം മുന്നിലാണ് VD സതീശൻ ആ പോസ്റ്റിലേക്ക് എന്നുള്ളതാണ്. മൈ ആക്സിസ് എന്തായാലും VD സതീശന്റെ PR ഏജൻസി അല്ല.